ഈ അടുത്ത് CJP എന്നുള്ള ഒരു മുന്നേറ്റം യുവാക്കൾക്കിടയിൽ വളരെ വലിയ തരംഗം ഉണ്ടാക്കി. അത് 22 മില്യൺ ആളുകളെയാണ് ആകർഷിച്ചത്. ഇത്തരം ഒരു മുന്നേറ്റത്തിന് ഇന്ത്യയിൽ വല്ല സ്ഥാനമുണ്ടോ? പ്രത്യേകിച്ച് ഇത്തരം മുന്നേറ്റങ്ങൾ നടത്തുന്ന ആളുകളെ വളരെ സിമ്പിളായി ഒതുക്കാൻ ഈ സർക്കാരിന് കഴിയില്ലേ? ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇതിന് ഇവിടെ വല്ല പ്രസക്തിയുമുണ്ടോ ഈ രാജ്യത്ത്? അതൊരു ആരെങ്കിലും പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒന്നല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞ അല്പം ഒരു ഹ്യൂമറസ് ആയിട്ടുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തൂടെ ആണല്ലോ അത് വളർന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിനോടുള്ള പ്രതികരണം എന്നുള്ള നിലവാരത്തിലാണ് അതുണ്ടാക്കപ്പെട്ടത്. അപ്പൊ അതുണ്ടാക്കിയ ആള് ഇന്ത്യയിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള ആള് തന്നെ. അപ്പൊ അയാളിപ്പോ അയാളെവിടെയാണ്? കാനഡയിലോ? അവിടെ ഇരിക്കുന്ന. അപ്പൊ അയാൾ വളരെ സ്വാഭാവികമായ ഒരു എതിർപ്പ്. നമ്മളെല്ലാം മോദിയോ അതുപോലുള്ള ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും എതിർക്കുന്ന പോലെ തന്നെ വളരെ അയാളുടേതായ ഒരു രീതിയിൽ അയാൾ അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാക്കിയ ഒരു എണ്ണം പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ വാങ്ങിയെടുത്തു എന്നുള്ളതാണ് സംഭവിച്ചത്. അത് ഈ ഇന്റർനെറ്റ് ഉണ്ടായിരിക്കുന്ന ഈ കാലത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം അല്ലെങ്കിൽ അഭിപ്രായം ആൾക്കാരെ അറിയിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ വലിയ ലോങ്ങായ പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമായിരുന്നു. അപ്പം ഇപ്പൊ ഇന്ത്യയിൽ മാത്രമാണോ ഈ ഇന്റർനെറ്റിനകത്തൂടെ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായി ഇന്റർനെറ്റ് മാറിയിട്ട് കുറെ നാളായി. അതാണ് അറബ് രാജ്യത്തുണ്ടായ ഒന്നാണല്ലോ ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന മുല്ലപ്പൂ വിപ്ലവം നമ്മൾ പറയുന്ന നിലവാരത്തില്. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകുന്ന കാരണം കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന ഈ അസന്തുഷ്ടരായ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ ഇന്റർനെറ്റിനൊരു കഴിവുണ്ട്. ആ കഴിവിൽ നിന്നുണ്ടാകുന്നതാണത്. അത് ഇവിടെ മാത്രമല്ലെന്നുള്ള ഞാൻ പറയുന്നത്. ലോകവ്യാപകമായി ഇന്റർനെറ്റ് ഉണ്ടായതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനകത്തൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ ഒരു ആശയ പ്രചാരണം നടത്താനും, അത് ആ പ്രചാരണം നടത്തുമ്പോൾ ആശയങ്ങൾ എല്ലാ ദിവസവും ആൾക്കാർ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ. സോഷ്യൽ മീഡിയയിലെ അവരവരുടെ വാളിലൊക്കെ എഴുതിയാല് അത് അങ്ങനെ പടർന്നു പിടിക്കുക എന്ന് പറയുന്നത് അതിനെയാണല്ലോ നമ്മൾ വൈറൽ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ വന്നത്. വൈറസ് പെട്ടെന്ന് പകരുന്നത് പോലെ ആശയങ്ങൾ പെട്ടെന്ന് അങ്ങനെ പടരുക എന്ന് പറയുന്നതുകൊണ്ടാണ് വൈറൽ എന്നുള്ള പ്രയോഗം തന്നെ വന്നത്. അപ്പൊ അങ്ങനെ വൈറലായി മാറിയ ഒരു കാര്യമാണ്. പക്ഷെ വൈറലായി മാറുന്നതിനും കാരണങ്ങളുണ്ട്. ഒരു നാട്ടിനകത്ത് ആളുകൾ ശ്വാസം മുട്ടിയിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അത്രയും പേര് ഒന്നിച്ചവിടെ പ്രത്യക്ഷപ്പെട്ടത്. അത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ വരെ ഈ അല്ല ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളൊന്നുമല്ല. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ എന്തോ മോദി വന്ന് നാട് മാറ്റി ഭയങ്കര വികസനം വരുത്തുമെന്നും അത് വളരെ സൂത്രത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയം മുസ്ലിം വിരോധത്തിനെ ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതിന്റെ ഒരു അടിത്തറയിലാണ് ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന കൺസെപ്റ്റും എല്ലാം കൂടെ വന്ന് നാട് മാറി പോവുകയാണെന്നും അത് ലോകം മുഴുവനും കൂടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം മറ്റുള്ളവരുടെ കൂടെ മുൻനിരയിൽ എത്തിച്ചേരുകാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു ഒത്തിരി ശരിക്കും പറഞ്ഞ AAP ഉണ്ടാകുന്നത് പോലെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് അവരുടെ ആ തരത്തിൽ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന, ഇപ്പൊ ഹിന്ദുക്കളായി മാറിയവരല്ല, ഹിന്ദുത്വത്തിന്റെ ആൾക്കാർ അവിടെ തന്നെ തുടരും. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു വലിയ ജനവിഭാഗം, പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം മോദിയുടെ ഇതിനകത്തുണ്ട്. അഴിമതി വിരുദ്ധതയൊക്കെ ആദ്യം അവർ പറയുന്ന സമയത്ത് മോദിയുടെ ആദ്യകാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എടുത്താൽ മതി.
എന്തുകൊണ്ടാണ് രൂപയ്ക്ക് ഇങ്ങനെ വില കുറയുന്നത്? നമ്മൾ ആ പ്രസംഗങ്ങൾ മുഴുവൻ ഇങ്ങനെ എടുത്തു നോക്കണം. ഗ്യാസിന് ഇത്രയും വില ആവശ്യമുണ്ടോ? പെട്രോളിന് വില ഇങ്ങനെ ആകേണ്ട ആവശ്യമുണ്ട്? ഇതെല്ലാം ഇങ്ങനെയുള്ള വളരെ വളരെ കോൺക്രീറ്റ് ആയിട്ട് അന്ന് കോൺഗ്രസ് ഗവൺമെന്റിന് എതിരായിട്ട് പറയാവുന്ന എല്ലാ സാധനവും അന്നത്തെ പ്രസംഗങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ എടുത്ത് കേൾക്കുമ്പോഴേ ഇത് ഏത് ഗവൺമെന്റിനെ പറ്റി ആര് പറയുന്നു എന്നുള്ള അന്തം വിട്ടു പോകുന്ന സ്ഥലമാണ്. വളരെ ജനകീയമായ തലത്തിൽ നിന്നുകൊണ്ട് ഇവര് സംസാരിച്ചു തുടങ്ങും അല്ലേ, ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങളെ. അല്ല, അന്നത്തെ മോദിയുടെ ഓരോ ഞാൻ അഴിമതിക്കെതിരായിട്ടുള്ള ഇതും അഴിമതി കൊണ്ടുണ്ടായിട്ടുള്ള കള്ളപ്പണം മുഴുവനും അവിടെ സ്വിസ് ബാങ്കില് കിടക്കുന്നതെല്ലാം തിരിച്ചു പിടിക്കുമെന്നും ആ തിരിച്ചു പിടിച്ചാൽ അത് ഓരോ ആൾക്കാർക്കും ഒരു 15 ലക്ഷം വെച്ച് കൊടുക്കാൻ കഴിയും, അയാൾ കൊടുക്കുമെന്ന് പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, കൊടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷ നൽകുന്ന നിലവാരത്തിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പെട്ടെന്ന് നോട്ട് നിരോധനം, അപ്പൊ കള്ളപ്പണം മുഴുവനും കൂടെ പിടിക്കാൻ പോവുകയാണെന്നുള്ള നിലവാരത്തിൽ എല്ലാവരുടെയും വീടിന്റെ ചവിട്ടിലെ കട്ടിലിന്റെ കീഴിലെല്ലാം കിടക്കുന്ന കള്ളപ്പണം എല്ലാം പിടിക്കപ്പെട്ടു പോകുമെന്ന്, മുഴുവൻ പണവും തിരിച്ചു വന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിപ്പോയി. കള്ളപ്പണം വരുന്നതിനേക്കാളും കൂടുതൽ നല്ല പണം മുഴുവനും കംപ്ലീറ്റ് ബാങ്കിലെത്തി എന്നുള്ളതാണ്. ആകെപ്പാടെ എങ്ങാണ്ട് 10,000 കോടി എങ്ങാണ്ട് മാത്രമാണ് എത്താത്തത്. അതൊക്കെ തന്നെ ഈ അന്യരാജ്യത്തും അന്യരാജ്യങ്ങളിലും ഒക്കെ കിടക്കുന്ന ബാങ്കിലൊക്കെ കിടക്കുന്ന പൈസ എല്ലാമാണ് ഈ 10,000 കോടി പോലും. ലക്ഷക്കണക്കിന് കോടി രൂപ തിരിച്ചു വരത്തില്ലെന്നൊക്കെയായിരുന്നു അന്നത്തെ ആദ്യത്തെ കണക്കുകൂട്ടലൊക്കെ. അപ്പം അതെല്ലാം ഇതുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്നതും എന്നാൽ ജീവൻ പാഴായി പോകുന്ന അനുഭവമായിരുന്നല്ലോ നോട്ട് നിരോധനമൊക്കെ ഉണ്ടായത്. എന്നിട്ടും ആളുകൾ സഫർ ചെയ്തത് എന്തോ നന്നാക്കാൻ പോവാണ് എന്ന് എല്ലാവർക്കും തോന്നിയിരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനത്തെ തുടർച്ച. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് എല്ലാ അഴിമതികളും ചെയ്ത് നശിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇതെന്നുള്ളത് നമ്മളെല്ലാം കോൺഗ്രസിനെതിരെ സമരം ചെയ്തിട്ടുള്ളവർ. അതൊക്കെ അത് നമ്മുടെ സംശയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ബി ജെ പിക്കാര് ഉന്നയിക്കുമ്പോൾ നമുക്കും മിണ്ടാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ചും ആ ഏഷ്യൻ ഗെയിംസ് നടത്തി എന്താണ് ഡൽഹിയിലെ ഗവൺമെന്റ് നടത്തിയ അഴിമതിയെ പറ്റിയുള്ള ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് അങ്ങ് നിന്നുപോയി. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് 2G വിറ്റ് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ AG-യുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് ഈ ചെന്നൈയിലുണ്ടായിരുന്ന DMK ഒക്കെ തകർന്ന തരിപ്പണമായി പോകുന്നതിന് കാരണമായി തീർന്ന അതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അസസ്മെന്റ് മാത്രമേ ഉള്ള, ആരും വിറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. വിറ്റാൽ ഇത്രയും കാശ് കിട്ടുമായിരുന്നത് കൊച്ചു കാശിന് വിറ്റു എന്നുള്ളതായിരുന്നു സംഭവിച്ചത്. അപ്പം രൂപ ഉണ്ടായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ BJP ഗവൺമെന്റ് തന്നെ അത് വിറ്റ് 4 കണ്ണ് കാശ് പോലും കിട്ടിയില്ല. ഈ പറഞ്ഞ പ്രൊജക്റ്റിൻ്റെതായ കാശൊന്നും വന്നതേ ഇല്ലായിരുന്നു. അപ്പൊ അതുമെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ പാലങ്ങൾ പണിയുന്നു, ഫാസ്റ്റായിട്ട് റോഡ് വരുന്നു, ഫാസ്റ്റായിട്ട് ട്രെയിൻ വരുന്നു, ഇങ്ങനെ പോകുന്ന ഒരു വലിയ, ഇപ്പം നമ്മൾ ചൈനയെ മറികടക്കും എന്ന് തോന്നിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അങ്ങ് എല്ലാവരോടും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു, ഇന്ത്യക്കാരുടെ അഴിമതിയൊക്കെ അവരങ്ങ് നിർത്തിയോ? അവര് ഇതെല്ലാം കറക്റ്റായിട്ട് ഇവരങ്ങ് ഓടിക്കാൻ പോവുകയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന നിലവാരത്തിൽ വരെ ഈ സംഭവം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസ് വിരോധം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഈ പത്രങ്ങളും ഒറ്റയടിക്ക് BJP ഗവൺമെന്റിന്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് അങ്ങ് മാറുകയും ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പം ഇന്നിപ്പോ ഞാൻ അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റുമായിരുന്ന കുറെ ടെലിവിഷനൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനും മുതലാളിമാര്, പ്രത്യേകിച്ചും അംബാനിയോ അദാനിയോ ഒക്കെ തന്നെ മുഴുവൻ മേടിച്ചു മാറ്റി. ഇപ്പൊ ഒരൊറ്റ ടെലിവിഷൻ ഇല്ല വടക്കേ ഇന്ത്യയിലെ നമ്മൾ അറിയപ്പെടുന്ന ഒരൊറ്റ ടെലിവിഷൻ. ഇതിനെ നമ്മൾ കേരളത്തിൽ പോലും ഇല്ല. അതുപാടെ ഇവര് മാത്രമാണ്, കൈരളിക്കാര് മാത്രമാണ് മൂലക്കിരിക്കുന്നത്. അവരന്നേ പണ്ടേ പാർട്ടിയുടെ ഇതായിരുന്നു, നമ്മളാരും കാണുന്നില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു സ്ഥലമല്ലാതെ വേറെ ഒരെണ്ണം പോലും ഇല്ലാതെ എൻ ബ്ലോക്ക് സകല മാസികയും പത്രങ്ങളും, ഒറ്റ പേപ്പർ പോലും ഇല്ല. ഈ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഇതെല്ലാം ഈ പറയുന്ന അവരുടെ വടക്കേ ഇന്ത്യയിൽ മുതലാളിമാര് വാങ്ങി മാറ്റി. അപ്പൊ മീഡിയ എന്ന് പറയുന്ന സാധനത്തിനകത്തൂടെ നമ്മൾക്ക് ഈ ഗവൺമെന്റിനെ പറ്റി യാതൊന്നും അറിയാനായിട്ട് കഴിയാതാക്കുന്ന സ്ഥലമാണ്. കലാപങ്ങള്
മണിപ്പൂരുണ്ടായി, ആസാമിലുണ്ടായി. അതിനെപ്പറ്റി ഒന്നും ഒരു ചർച്ചയ്ക്ക് പോലും ആർക്കും കഴിയാത്ത നിലവാരത്തിൽ അതൊക്കെ നിശബ്ദമാക്കപ്പെട്ടു പോയി. കാശ്മീരില് ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും ഇതുപോലെ നമുക്ക് അറിയാൻ കഴിയാത്ത തരത്തിൽ മാറിപ്പോയി. അത് കാശ്മീർ ഒരു സ്റ്റേറ്റ് അല്ലാതായിപ്പോയി. എന്നിട്ട് എന്തോ ഭയങ്കരമായിട്ട് ഗുണകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും അവിടെ ഇപ്പൊ എല്ലാവരും സമാധാനപൂർണ്ണമായിരിക്കുന്നെന്ന് പറയുമ്പോഴാണ് പുൽവാമയും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പഹൽഗാമിലും ഒക്കെ ഉണ്ടായ സംഭവം അതിനുശേഷം ഉണ്ടായതാണ്. അപ്പൊ അതൊക്കെ പാകിസ്ഥാൻകാരനെ പാഠം പഠിപ്പിക്കാനായിട്ട് സിന്ധൂരുണ്ടായി. പക്ഷെ ഇന്ത്യയുടെ 5 പ്ലെയിൻ പോയി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം ഇതുപോലുള്ള അതൊക്കെ അന്വേഷിച്ചു പോയ എങ്ങനെയാണ് റാഫേലിന്റെ എന്താണ് ഷെയർ മാർക്കറ്റ് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സത്യമാണ്. അപ്പൊ ഇതിങ്ങനെ രഹസ്യ ന്യൂസാ. ഇതുവരെ ഇന്ത്യക്കാര് അക്നോളജ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ റാഫേലിന്റെ ഷെയർ ഇടിഞ്ഞത് എണ്ണം കൊണ്ടാണ് നമുക്ക് അതിനകത്ത് സത്യസന്ധമായിട്ട് അതെങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു ന്യൂസും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം ഒരു 5 തൊട്ട് 10 പാലമെങ്കിലും പൊളിഞ്ഞു വേണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ മാറിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ട് അഴിമതി അവർ ചെയ്തോണ്ടിരുന്ന നമ്മള് എന്തൊക്കെയാണോ കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്ന് ചെയ്തു എന്ന് പറയുന്നത് മുഴുവനും അതിന്റെ ഏതാണ്ട് ഒരു 10 മടങ്ങ് അഴിമതി ചെയ്യുന്ന BJP ഗവൺമെന്റ് ആയിട്ട് മാറി. ഏറ്റവും അവസാനത്തെ സാധനം എന്ന് പറയുന്നത് അദാനിക്ക് വേണ്ടി എല്ലായിടും പോവുക എന്നുള്ളതാണ് ഇന്ന് ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിദ്വാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു കേസ് ഉണ്ടായിട്ട് ഇത്ര ബില്യൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പണ്ട് നമ്മള് എന്താണ് ഗൾഫിലൊക്കെ ആരെങ്കിലും കൊന്നാൽ ഇത്ര രൂപ അവിടെ കൊടുത്താൽ അവര് മോചിപ്പിച്ചു തരുമെന്ന് പറയുന്ന പോലുള്ള രീതിയാണ്. നമ്മൾ തന്നെ നാണിച്ചു പോകും. ഒരു ക്രിമിനൽ കുറ്റത്തിന് കാശ് കെട്ടിവെച്ച അമേരിക്കക്കാർക്ക് വേറെ താല്പര്യമൊന്നും ഇല്ലല്ലോ. ഇയാളെ അഴിമതി വിരുദ്ധനാണെന്ന് തെളിയിക്കുന്ന വഴി അവർക്ക് ഒന്നും കിട്ടത്തില്ല. കാശ് കിട്ടിയാൽ മതി എന്ന് അവന്മാരും തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന സാധനം ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് സകല കണക്കും ഇല്ലാതാക്കി. അതാണ് അടുത്തത് ചെയ്തിട്ട്. ഒറ്റ കണക്കില്ലെന്ന് എല്ലാ കണക്കും കള്ളത്തരമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കൊറോണയുടെ കണക്കുണ്ട്. കേരളത്തിൽ മാത്രമാണ് കൊറോണ പിടിച്ച് ചത്തത്, ബാക്കി എല്ലായിടത്തൊന്നും ആരുമില്ല. ഇതെന്താ? അതേ സമയത്ത് അന്ന് ഗംഗ മുഴുവനും ശവം കിടക്കുന്നത് അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതും ഒക്കെ നമ്മള് ഇവന്മാരുടെ ന്യൂസിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ന്യൂസിനകത്തൂടെങ്കിലും നമ്മൾ കണ്ടതാ. എന്നിട്ടും ഇതൊന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന സാധനം നടന്ന് ഈ സകല പാവം പിടിച്ച ആൾക്കാരുടെയും കട ഇടിച്ചു പൊളിച്ച് കളയുക, ചേരികളിനകത്ത് പകരം വെച്ചു കൊടുക്കാതെ അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളയുക, മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചു കൊല്ലുക, പശുവിനെ മുഴുവൻ ഇറച്ചിയും ലോകം മുഴുവനും കയറ്റുമതി ചെയ്ത് ഒന്നാം നമ്പരായിട്ട് മാറുന്ന അതെല്ലാം മുസ്ലിം പേര് നടത്തുന്ന ഇറച്ചി കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അത് മുഴുവൻ ഹിന്ദുക്കളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം പിടിച്ച ആൾക്കാർക്ക് പശുവിനെ വിൽക്കാനൊക്കത്തില്ല, തിന്നാനൊക്കത്തില്ല, കൊടുക്കാനൊക്കത്തില്ല എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതല്ലേ നമുക്കിങ്ങനെ കണ്ടാല് ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ റോഡ് ഈ A ക്ലാസ് റോഡിനകത്ത് മുഴുവൻ പശു കിടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. വണ്ടി ഓടിക്കാനൊക്കത്തില്ല. അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഈ പശുക്കളെ വയസ്സായ പശുക്കളെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. അതിനെ കണ്ട് സംരക്ഷിക്കാനായിട്ടുള്ള കാശൊക്കെയാണ് പാവം പിടിച്ച മനുഷ്യർക്കുണ്ടോ? അത് മുഴുവൻ റോഡ് നീളെ അലഞ്ഞു കിടക്കുകയാണ്. അതിനെല്ലാം തല്ലിക്കൊല്ലുകയാണ്. നമ്മൾക്ക് ഇങ്ങനെ കണ്ടാൽ നമ്മൾ തന്നെ ഇങ്ങനെ അന്തം വിട്ടുപോയി. എന്തൊരു അവസ്ഥയായി തീർന്നിരിക്കുന്ന ഈ ഏരിയകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഹിന്ദുത്വത്തിന്റെ പേരും പറഞ്ഞ് എന്തെല്ലാം ചെയ്യാവോ അത് മുഴുവനും രാമക്ഷേത്രം വരെ ഉണ്ടാക്കി ഇനിയും ഇതിന് അപ്പുറത്തോട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഈ ഏറ്റവും അവസാനത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് സാധാരണഗതി നമുക്ക് മനസ്സിലാകാത്ത ഒരെണ്ണമാണ്. വേദാന്തയും അദാനിയും കൂടെ ബിഡ് ചെയ്ത് ഒരു കോൺട്രാക്ടിന്. അപ്പോ കൂടുതൽ കാശ് ബിഡ് ചെയ്തിരിക്കുന്ന ഇയാൾക്ക് കൊടുക്കുന്നില്ല, വേദാന്തയ്ക്ക് കൊടുക്കുന്നില്ല. അതിന് പകരം അത് അദാനിക്ക് കൊടുത്ത്. അപ്പൊ അത് കാണിച്ചുകൊണ്ട് ഇയാള് ഒരു പരാതി എനിക്ക് തോന്നുന്നു കോടതിയിൽ കൊടുക്കുകയാണ് ചെയ്ത്. ഇപ്പൊ ED വേദാന്തയുടെ വീട്ടില് റെയ്ഡ് ചെയ്യുന്നിടത്ത് എന്ന് പറഞ്ഞാല് ആകെ 2-3 മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ നടന്നത്. മറ്റേ നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ഒരു വിഭാഗം മുതലാളിമാർക്ക് അനുകൂലമാണെന്ന് പറയുന്ന അതിനകത്ത് തന്നെ ചേരിതിരിവുകൾ ഉണ്ടായിരിക്കുന്ന സ്ഥലത്താണ്. ശരി, അത് കഴിഞ്ഞിട്ട് ഈ സുപ്രീം കോടതികളല്ല നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കി. ഒരു കോടതിയിൽ ഒരു കാര്യം നടക്കാത്തടത്തായിട്ട്
5 കോടി കേസ് കെട്ടിക്കിടപ്പുണ്ട്. അത് പണ്ടേ തൊട്ട് കെട്ടിക്കിടക്കുന്നതിന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് തടി തപ്പാനൊന്നും ഒക്കത്തില്ലല്ലോ. ഇവര് വന്ന് ലോകം നന്നാക്കാൻ പോവുകയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ പിന്നെ അത് കെട്ടിക്കൂടി വരും. ഈ സ്വേച്ഛാധിപത്യം വരുന്ന സമയത്ത് ആദ്യം എഫക്റ്റ് ചെയ്യുക കോടതികളെയാണ് അല്ലേ? അത് കോടതിക്കകത്ത് നിയമം എന്ന് പറഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമായി ചെയ്യാനായിട്ട് അവരെന്താ ചെയ്തത്? നിയമങ്ങളെല്ലാം മാറ്റുക എന്നുള്ളത് ചെയ്തു. ഒറ്റ ഡിസ്കഷൻ നടക്കാതാണ് ആ പാർലമെന്റിലെ നിയമങ്ങൾ പാസ്സാക്കുന്നത്, കൈയടിച്ച് പാസ്സാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് എന്ന് പറഞ്ഞാല് അവർക്ക് നിയമം അവിടുത്തെ ഭരണഘടന മാറ്റി അതിനുള്ള ഭൂരിപക്ഷം ഇല്ല. അപ്പൊ എങ്ങനെയാണ് നിയമങ്ങളെല്ലാം മാറ്റി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സകല സയൻസ് പുസ്തകം നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഈ പഞ്ചേന്ദ്രിയം ശരിയാക്കുന്നതിന് വേണ്ടി ഫണ്ടമെന്റൽ എലിമെന്റ്സിനെ പറ്റിയുള്ളതെല്ലാം എടുത്തു കളയുക. NCERTയുടെ ഇറക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞൂടാത്ത നിലവാരത്തിൽ മാറിക്കഴിഞ്ഞു. ഒരൊറ്റ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനാധിപത്യപരമാക്കുന്നതിന് പുതിയ രീതിയിൽ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷെ നിലനിന്നിരുന്നതിനകത്ത് ഏറ്റുവെച്ച് ഉണ്ടാക്കിയിരുന്ന കുറെ മനുഷ്യാവകാശപരം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിവിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി. ഇപ്പൊ PIL ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് കോടതിയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എത്തിച്ചേർന്നിട്ടുണ്ട്. ചെല്ലുന്നവരെ അവര് ചീത്ത പറയുന്നിടത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെയാണ് ഇയാൾ ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കോക്രോച്ച് എന്ന് വിളിച്ചത് തന്നെ. പിന്നെ ഈ ജഡ്ജിമാര് റിട്ടയർ ചെയ്ത നേരെ BJP ചേരുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത് BJP ചേരാൻ മടിയുള്ളതിനെ രാജ്യസഭയെ കൊടുത്തിരുത്തും. നമുക്ക് ഇമാജിൻ എന്നാൽ എന്തൊക്കെയാണോ പണ്ട് കോൺഗ്രസ് വല്ലപ്പോഴും തലയിൽ മുണ്ട് വിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തിരുന്നതെന്ന് പറയുന്നത് മുഴുവനും വളരെ പ്രകടമായി ചെയ്യുന്നിടത്തേക്ക് എത്തിച്ചേർന്നതാണ് നമ്മുടെ BJP ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഇതിനോടൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ പാവങ്ങൾ മുഴുവൻ നടന്ന് ചത്തില്ലേ. അതൊന്നും ഒരിക്കലും ഒരു അക്കൗണ്ടബിലിറ്റി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. യാതൊരു കാര്യവും പറയപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അതിന്റെയൊക്കെ അന്ന് ആളുകൾ. ഇതിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം, ഈ കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന് കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത് ലിജിറ്റിമേറ്റ് ആക്കി. അതല്ല, അതൊക്കെ അത് പിന്നീട് ഞാനത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തൊരു കാര്യമാണത്. ഞാൻ പറയുന്നത് അന്ന് ആളുകൾ നടന്ന് ചത്തതിനെ പറ്റി ഒരു രണ്ടാമത് ഒരു പരിശോധനയോ അതിനെപ്പറ്റി ഒരു എൻക്വയറിയോ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അടുത്തത് ഇയാളിപ്പോ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇയാൾ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടാണ് ലെജിറ്റിമേറ്റ് ആയിട്ട് കള്ളപ്പണം മേടിക്കുന്നത്. അതിന് ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പേരിലെ പൈസ കൊടുത്താൽ പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് അതിന് ഓഡിറ്റിങ് ആവശ്യമില്ലെന്നും അത് ആർക്ക് വേണേലും കൊടുക്കാമെന്ന് തരത്തില്ല. അങ്ങനെ ആക്കി കളഞ്ഞില്ലേ. നമ്മൾ മറ്റേത് ഇതൊക്കെ CAGയുടെ ഇതിനകത്ത് വരികയാണ്. അടുത്തത് ഏറ്റവും വലുതെന്ന് പറഞ്ഞത് വളരെ എനിക്കറിയാം, ഞാനൊക്കെ എത്രയോ എഴുതുകയും പറയുകയും നമ്മളൊക്കെ പോയിട്ട് സംസാരിക്കുകയും പറയുകയും സമരമൊക്കെ ചെയ്തിരുന്ന സാധനമാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ സാധനമൊക്കെ കോൺഗ്രസ്സുകാരുടെ കാലത്ത് അത് നമ്മൾ സാധിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു മെക്കാനിസം ആയിരുന്നത്. അത് കംപ്ലീറ്റ് എന്തൊക്കെയാണോ നമ്മൾ ഈ ഗവൺമെന്റിനെ ഡിഫൻസിലാക്കാവുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അത് പറ്റത്തില്ല എന്നാക്കുന്നതാണ് ഇപ്പൊ അവർ ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്തു കളഞ്ഞ് അതൊന്നും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല എന്നും അതൊക്കെ വളരെ സീക്രട്ടാണ്. എല്ലാം ഒഫീഷ്യൽ സീക്രട്ടായി. പിന്നെ കരിനിയമങ്ങൾ കോൺഗ്രസിന്റെ കാലത്ത് തന്നെ പാസാക്കിയാണ് UAPA. അത് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് ആളുകളെ ശ്വാസം മുട്ടിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി തീർന്ന് മുഴുവൻ പ്രതിപക്ഷത്തിരിക്കുന്ന അവിടെ ഇരുന്ന് അഴിമതി ചെയ്യുന്നവർ തന്നെ അഴിമതിക്കാരല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഴിമതി ചെയ്യുന്ന ആൾക്കാരെ മുഴുവനും കൃത്യമായിട്ട് വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരെ ഉടനെ BJP വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്ത് അങ്ങ് അവരുടെ പാർട്ടിയിൽ അങ്ങ് ചേരും. പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാരും ക്ലീനായി. നമ്മളിങ്ങനെ എടുത്തത് നമുക്ക് ഇത് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാതായി തീർന്നിട്ടുണ്ട്. നമ്മള് പണ്ട് ഈ തലയിൽ കൊണ്ടുപോയിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന സ്ഥലമാണ്
വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നിടത്ത് എത്തിച്ചേർന്നു. റാഫേല് മേടിക്കുമ്പം 1600 കോടിക്ക് ഞാൻ 600 കോടിക്ക് ഉണ്ടായ കരാറിനകത്ത് അവസാനം അത് മേടിക്കാൻ ചെന്നത് 1600 കോടിക്കാണ് ഒരെണ്ണം മേടിക്കുന്നത്. എന്നിട്ട് ആ അനിൽ അംബാനി എന്ന് പറയുന്നവന് ലോകത്ത് അവൻ പ്ലെയിൻ കണ്ടിട്ടില്ല. ആ പ്ലെയിൻ കണ്ടിട്ടില്ലാത്തവന് പ്ലെയിൻ നോക്കാനായിട്ട് അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള കരാർ കൊടുത്തു കളഞ്ഞു. നമ്മളിത് അഴിമതി എങ്ങനെയാണ് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്തായാലും മോദിയും ഷായും കൂടെ ചെയ്തിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തൊഴിലില്ലായ്മ എന്ന് പറയുന്നതിന് ഇമാജിൻ ചെയ്യാൻ വയ്യാത്തെടുത്തെത്തി. അടുത്തതെന്ന് പറയുന്നത് ഈ പരീക്ഷകൾ നടത്തിയിരുന്നില്ല, ഒരൊറ്റ പരീക്ഷയില്ല. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാത്ത പരീക്ഷ, അതൊരു അത്ഭുതമാകുമ്പോ. ക്വസ്റ്റ്യൻ പേപ്പർ ചോരാത്ത പരീക്ഷ നടന്നാൽ അതാണ് അത്ഭുതം. മറ്റേതങ്ങനല്ല. 5-10 വർഷമൊക്കെ കൂടുമ്പോ ചില സമയത്ത് ഒരെണ്ണം ഇങ്ങനെ ചോർന്നു പോയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും ഒക്കെ ഉണ്ടാകുകയൊക്കെ നമ്മൾ അതിനകത്തൊക്കെ നടപടി എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങ് പോവുകയായിരുന്നു. ഇതിപ്പോ നമ്മളാണ് അത്ഭുതപ്പെടുന്നത്, ഇത് കുഴപ്പമില്ലാതെ നടന്നോ എന്നാണ് ചോദിക്കുന്നത്. ആ പരുവത്തിലായി തീർന്നു. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാല് എന്താണ് ഞാൻ പറഞ്ഞാല് വർഗീയ വിഷം വമിപ്പിക്കുന്ന നിലവാരത്തിൽ പ്രസംഗിച്ച് ഈ മുസ്ലിം വിരോധം ഉണ്ടാക്കിയെടുക്കുന്ന BJP-ക്കാര് അഴിമതി ചെയ്യത്തില്ലെന്നെങ്കിലും വിചാരിച്ചിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് നമ്മൾ ഈ പറയുന്ന പൊതുതലമുറ. അവർക്ക് കൊണ്ടുപോയി വോട്ടൊക്കെ കൊടുത്തിരുന്ന വിദ്വാന്മാര് ഈ പരീക്ഷയുടെ കാര്യം കൂടെ വന്നു കഴിഞ്ഞോടെ ജീവിതം പാഴായി. അതിനോടുണ്ടായിരിക്കുന്ന ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു വിരോധമാണ് ഈ ഒരൊറ്റ ഈ കോക്രോച്ച് പാർട്ടി എന്ന് പേരിട്ടിട്ട് കളിയാക്കാൻ ഇട്ടത് ഇങ്ങനെ അങ്ങ് വളർന്നുപോയത്. വേറെ ഒന്നുമല്ല സംഭവിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ഈ മുല്ലപ്പൂ വിപ്ലവവും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് എല്ലാ ഗവൺമെന്റിനും ലോകവ്യാപകമായി ഇന്റർനെറ്റ് ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി എങ്ങനെയാണോ മോദിയെ വെളുപ്പിച്ച് പെയിന്റ് ചെയ്ത് വിശ്വഗുരു ആക്കിയെടുത്ത അതേ ടെക്നിക്ക് വേറെ ആളുകൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനം എന്തായാലും BJP-ക്കുണ്ട്. അത് കാരണം കൊണ്ട് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അമേരിക്കൻ മുതലാളിമാര് നടത്തുന്നതാണല്ലോ എക്സും ഇത് എന്താണ് ഇൻസ്റ്റാഗ്രാമും മറ്റേ ഫേസ്ബുക്കും ഒക്കെ. അവന്മാര് ഇന്ത്യ വലിയ കമ്പോളമാണെന്നറിയാം, ഇന്ത്യൻ ഗവൺമെന്റിനെ വെറുപ്പിക്കുന്ന അവർക്ക് നഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് വിളിച്ച് അവന്മാര് പറഞ്ഞ് അതങ്ങ് ആ സാധനം അങ്ങ് പൂട്ടിയേക്കാൻ പറഞ്ഞ് അങ്ങ് പൂട്ടിപ്പോയി. അപ്പൊ ഈ പൂട്ടിപ്പോകുമ്പോ എന്ത് പറ്റും? ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പൂ വിപ്ലവം തൊട്ട് ഇന്ന് നമ്മളെല്ലാം നിൽക്കുന്നത്. ഈ നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഇരുന്ന് പറയുന്ന സാധനം അങ്ങ് പൂട്ടിയാൽ അവിടെ തീർന്നത്. അല്ലാതെ നമുക്ക് നമ്മൾ രണ്ടുപേരും കൂടി ഇനി എന്തെങ്കിലും കണ്ട് ഒരു ലീഫ്ലെറ്റ് അടിച്ച് ഓരോ വീട്ടിലും കയറി ഇറങ്ങി കൊടുക്കുന്ന അവിടെ എത്തത്തില്ലേ? ആ സാധനത്തിൽ എത്തിച്ചേർന്നു. ഇന്റർനെറ്റിന്റെ എന്താണ് ഈ സുവർണ കാലഘട്ടം കഴിഞ്ഞ്, അത് സംശയമൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒരു ഭിത്തിയുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതാമെന്നും കക്കൂസിൽ എഴുതുന്നവർക്ക് ചീത്ത എഴുതാനും ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഗ്രാഫിറ്റി എഴുതാമെന്നൊക്കെ വിചാരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭിത്തി ഉണ്ടായിരുന്നതിന്റെ പണി കഴിഞ്ഞു. അതുകൊണ്ട് 3 ദിവസം കൊണ്ട് അത് പൂട്ടിക്കെട്ടി. അപ്പൊ അവര് പെട്ടെന്ന് വേറെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി ഇത് ചെയ്ത് അപ്പം കുറച്ചു പേര് വീണ്ടും അപ്പൊ ഇതിന് ഈ അസ്വസ്ഥത പടർന്നു നിൽക്കുന്ന സമൂഹം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് ഈ CJP ഉണ്ടാകുന്നതിനും CJP വളരുന്നതിനും കാരണമായി തീർന്നത്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ അത് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ തന്നെ അവര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ 6-ാം തീയതി അവര് ജന്തർ മന്ദറിൽ ഇത് ചെയ്യുന്നു. ഇത് ജന്തർ മന്ദറിൽ ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് ഇന്റർനെറ്റ് വേണ്ടേ? സോഷ്യൽ മീഡിയ വേണ്ടേ? അത് മുമ്പോട്ട് പോകത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ നിലവാരത്തിൽ ഇത്രയും നേപ്പാളിൽ ഇതിപ്പോ നേപ്പാളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യല്ല, പക്ഷെ നേപ്പാളിൽ ഒരു മുന്നേറ്റം നടന്നപ്പോ ആദ്യം കട്ട് ചെയ്ത് ഇന്റർനെറ്റ്, നേപ്പാളില് ഒരു മുന്നേറ്റം നടന്നപ്പോ അവർ ഇതേപോലെ ഇന്റർനെറ്റ് കട്ട് ചെയ്യണ്ടായി എന്നാണ് എന്റെ ഊഹം. ഞാൻ പറഞ്ഞ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നതല്ല ഇത് ഈ അക്കൗണ്ടാ പൂട്ടുന്നത്.
മറ്റേതാ ഇന്റർനെറ്റ് കട്ട് ചെയ്യാനേ നേപ്പാളുകാരന് കഴിയുമായിരുന്നുള്ളൂ. കാരണം അയാൾക്ക് ഇവരിൽ സ്വാധീനമില്ല. ഈ അമേരിക്കൻ മുതലാളിമാര് എന്ന് പറഞ്ഞാൽ എലോൺ മസ്കിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ സുക്കർബർഗിനെ ഒക്കെ നേരിട്ട് ഇയാൾക്ക് പരിചയമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞ് അവരെ സംബന്ധിച്ചോളം ആ അക്കൗണ്ട് പൊട്ടിച്ചു കളയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റേതങ്ങനല്ല. ഇന്റർനെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്യവസായത്തിനും വ്യാപാരത്തിനും അത് എളുപ്പമല്ല. അപ്പൊ എല്ലാവരും ഒന്ന് അണച്ച ഉടനെ തന്നെ തുറക്കാൻ ബാധ്യത വരും. അത്യാവശ്യം ബ്ലോക്ക് ചെയ്യാന്നുള്ളതല്ല. ഇതങ്ങനല്ല. ഇത് ഇവർക്ക് തന്നെ കൃത്യമായിട്ട് അവരെ പറഞ്ഞിട്ട് അത് മാത്രം കൂട്ടിയാൽ മതി, അല്ലാതെ വേറെ ഒരു തടസ്സവും വരുത്തില്ല, മറ്റുള്ളവരാരും അറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഈ 6-ാം തീയതിയുള്ള ജന്തർ മന്ദറിൽ ഇവരുടെ പ്രതിഷേധം കൂടാനായിട്ട് അവർ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് അന്ന് എത്ര ആള് കൂടും, അതുപോലെ തന്നെ അയാള് അവിടുന്ന് വന്ന് ഈ പ്ലെയിനിൽ ഇറങ്ങിയാല് അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുവോ, അല്ലെങ്കിൽ അയാളെ സ്വീകരിക്കാനായിട്ട് എത്ര ജനത വരുന്നു, അതുപോലെ ജന്തർ മന്ദിറിൽ എത്ര ആൾക്കാർ കൂടുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേട്ടത്, കാശ്മീരിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ സൈനികരെ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ നിന്നുള്ള ചർച്ചയിൽ ഒരു BJP കാരൻ പറയുന്നുണ്ടായിരുന്നു. അല്ല, അതൊക്കെ നിയമപരമായിട്ട് അതൊക്കെ വരാൻ പോകുന്ന കാര്യമല്ലേ. അയാളിവിടെ വരുമ്പോ അയാളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതിന് എന്താ സംശയം? അതൊക്കെ അവർ ചെയ്യും. അത് ചെയ്യുമ്പോഴും ആള് കൂടിയ പ്രശ്നമാവും. പക്ഷെ ആള് കൂടാൻ ഇനി വെക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ത് വഴി അവർക്കുള്ളത്? അതാണ് എന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അതിന് വാട്സാപ്പ് ഗ്രൂപ്പ് പോലും അതിന്റെ മുതലാളിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ നിയന്ത്രിക്കുന്നിടത്തായിട്ടുണ്ട് അതല്ല. അതുകൊണ്ട് ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ നേരത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ആ കാര്യങ്ങൾ ഇനിയും ആ ലെവലിൽ ഇനിയും കഴിയില്ല. ഇപ്പം AIP ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന പോലെയോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മോദി തന്നെ ഉണ്ടായി വരുന്നതിന് ഇന്റർനെറ്റ് ഉപയോഗിച്ച പോലെയോ, അത് അല്ലാതെ ഈ മുല്ലപ്പൂ വിപ്ലവത്തിന് ഇന്റർനെറ്റ് ഉപയോഗിച്ച പോലെയോ ഒക്കെ ഇനിയിപ്പോ കഴിയില്ലെന്നുള്ള യാത്ര. അത് അവരതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. അത്രയൊക്കെ ഈ ഗവൺമെന്റുകളെല്ലാം, പിന്നെ ഇന്ത്യൻ ആർമി ഇപ്പോഴും സുഘടിതമായി അവരുടെ കയ്യിലിരിക്കുകയല്ലേ. അതിരിക്കുന്നിടത്തോളം കാലം ഈ ജനതയ്ക്ക് ഒന്നും ചെയ്യാനൊന്നും നോക്കത്തില്ല. വെടിവെച്ച് കൊല്ലുന്നിടത്തേക്ക് പോകും. ഇനിയിപ്പം ഞാൻ പറയുന്നത് പഴയതുപോലെ നമുക്കൊരു രാജ്യം തന്നെ ലഭ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇനി ആ ലെവലിൽ പ്രതീക്ഷിക്കേണ്ട. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലുള്ള സംഘർഷം, ഇത്രയധികം ശ്വാസമുട്ടലുകളൊക്കെ, പ്രത്യേകിച്ച് എന്താണ് ഈ ലേയില് ഉള്ള സമരമൊക്കെ അയാളെയൊക്കെ പിടിച്ച് ജയിലിട്ടിരിക്കുകയല്ലേ. അയാൾ ഇടയ്ക്ക് പുറത്തോട്ടിറങ്ങുന്നെന്ന് പറയുന്നത് എത്ര നാളാണ് കിടന്നത്. അതല്ല ഉമർ ഖാലിദ്, ഇവരെല്ലാരും ഇങ്ങനെ ജയിലിൽ കിടക്കുകയല്ലേ. എവിടെ പ്രതിഷേധിക്കാനുള്ള സ്പേസ് ഉണ്ട്? അതൊക്കെ ഇത് നമ്മളിങ്ങനെ മൈത്രേയൻ പറഞ്ഞ ലഡാക്കിലെ നേതാവിനെ കുറിച്ചാണ്. അതെ, വാഞ്ചുക്ക്. അപ്പൊ അയാളൊക്കെ ഇങ്ങനെ എനിക്ക് എത്ര നാളായിട്ട് അയാളൊക്കെ എന്ത് ഒരു സമരം ചെയ്യുക എന്ന് മാത്രമേ അയാളുടെ പട്ടിണികളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു ആയുധം എടുത്ത ആള് വല്ലതും വന്നു. അയാളൊക്കെ പിടിച്ച് ജയിലിടാൻ പറ്റുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ് ആ ലെവലിൽ രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അഴിമതി കൊണ്ട് മൂക്കറ്റം മുടിയുന്നത് മാത്രമല്ല, പ്രതിഷേധിക്കാൻ പോലുള്ള അവകാശം കൂടി ഇല്ലാതാക്കി കളയുന്ന സ്ഥലത്ത് നിൽക്കുന്നതാണ് ഇനിയൊരു രാജ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ആ രാജ്യം ആ ലെവലിൽ തകർന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം BJPക്കാര് ഇനി അടുത്ത ഇലക്ഷൻ ഒരിക്കലെങ്കിലും അവർ തോക്കുമെന്ന് വിചാരിക്കാനൊക്കാത്തടത്താണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതാക്കി, ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് ഇഷ്ടമുള്ളതുപോലെ ഇലക്ഷൻ നടത്താൻ പറ്റും. ഇങ്ങനായി തീർന്ന എണ്ണം കൊണ്ട് വോട്ടേഴ്സ് ഇല്ലാതെ ഇലക്ഷൻ നടത്താൻ പറ്റും എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ പ്രശ്നം? അങ്ങനത്തെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവർ തകർത്ത് തരിപ്പണമാക്കി. ഇനിയും ബലപ്രയോഗം കൊണ്ട് മാത്രം കീഴടക്കുന്നത് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി കൊണ്ട് മാത്രമാണ് അവർക്ക് ഭരിക്കാനും അവർ നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുക എന്ന് പറയുന്നതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസമാണ് സത്യത്തിൽ നമുക്കില്ലാത്തത്. അത് ഇന്റർനെറ്റിനകത്തൂടെ നമ്മൾ രഹസ്യമായി ചെയ്യാമായിരുന്ന സ്ഥലങ്ങളുള്ളതെല്ലാം അവര് മോണിറ്റർ ചെയ്യുന്നിടത്ത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല. പിന്നെ എനിക്കിപ്പോ ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് പുതിയ തലമുറ
ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും എന്ന് എനിക്ക് അറിയുന്ന കാരണം കൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലൊക്കെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ 6-ാം തീയതിയിലെ സമരവും ഇയാൾ വന്ന് ഇറങ്ങുമ്പം അവിടെ എത്ര ജനം കൂടുന്നു എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കും നമ്മൾ ഈ CJP എന്ന് പറയുന്ന പാർട്ടിയെ പറ്റി എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ഈ ജന്തർ മന്ദിറിലെ പ്രതിഷേധം എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അതിനു മുമ്പ് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ചു കൂടാനോ ഒന്നിച്ചു കൂടുന്നവരിനകത്തെ ഈ നേതാക്കന്മാരെന്ന് വിചാരിക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ നേതാവെന്ന് പറയുമ്പം അതിനെ പ്ലാൻ ചെയ്യാനുള്ള കഴിവുള്ള മനുഷ്യര്, കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള മനുഷ്യരെ മുഴുവൻ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും എങ്ങോട്ടും പോകത്തില്ല. അത് നമുക്ക് സംശയമൊന്നും വേണ്ട. അതാണ് സ്ഥലം. അപ്പൊ അതുകൊണ്ട് 6-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. CJP എന്ന് പറയുന്ന കാരണം അതിന്റെ ലോകത്ത് ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോക്രോച്ച് പാർട്ടി ഇടത്തില്ല, സ്വാഭാവികമായി തന്നെ. അപ്പൊ അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ആളുകളുടെ ഇമാജിനേഷനെ വർക്ക് ചെയ്തത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ അത് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് എത്രത്തോളം മെറ്റീരിയലൈസ് ചെയ്യും, എത്രത്തോളം കോൺക്രീറ്റ് ആയിട്ട് ഒരു പരിപാടിയായിട്ട് അതൊക്കെ അവിടെ മാറുമെന്നുള്ളത് എനിക്കത് അറിഞ്ഞുകൂടാത്ത എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അല്ലാത്ത എല്ലാ പത്രങ്ങളിനകത്തൊന്നും അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ടെലിവിഷനകത്ത് അവർക്ക് കയറാനൊക്കത്തില്ല. പിന്നെ എവിടെ കൂടെ പറ്റും? ഇപ്പൊ നമ്മളൊക്കെ ഞാൻ നടന്നതിനെ പറ്റിയാണ് കേരളത്തിൽ ആലോചിക്കുന്നത്. ഈ പഞ്ചായത്തിലെല്ലാം പോയി ഇരുന്ന് നേരിട്ട് ശരീരം കൊണ്ട് പോയി അവിടെ ഇരിക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. നേരത്തെ ആയിരുന്നു തന്നെ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ മതി, കാരണം അത്രയും ജനാധിപത്യമൊക്കെ നാട്ടിൽ കാണും എന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അത് കൂട്ടി. അതുകൊണ്ട് അത് ആ ലെവലിലുള്ളതില്ല. വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ ഈ ജന്തർ മന്ദിറിലെ സമരം കാണാനായിട്ട് കാഴ്ചക്കാരനായിട്ട് ഞാൻ പോവാണെന്ന് വെച്ചോ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ആ സ്ഥലത്താണ് അതൊക്കെ നിൽക്കുന്നത്. അത് കാണാൻ പോയി നിൽക്കാനൊക്കത്തില്ല. അവിടെ ആയി. അതാണ് രാജ്യം. അതുകൊണ്ട് ഞാൻ ഈ 6-ാം തീയതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ CJP പറ്റി വല്ലതും എന്തെങ്ങനെ CJP എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് ഉണ്ടായാലേ വയലൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ പൊതുവെ ഒരു വിപ്ലവത്തിനുള്ള സാധ്യത, ഈ ജനങ്ങൾ ഒരു മാറ്റം കൊതിക്കുന്നു. ജനങ്ങൾ ഒരുങ്ങി നിന്നാലും വെടികൊണ്ട് ചത്തുപോകാനേ പറ്റത്തുള്ള എന്നുള്ളതാണോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇയാൾ വിചാരിക്കുന്ന തരത്തിൽ മര്യാദയുള്ള മനുഷ്യരുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. ഒരു മര്യാദയുള്ള ഒരു പ്രൈം മിനിസ്റ്ററോ ഒരു മര്യാദയുള്ള ആഭ്യന്തരമന്ത്രിയോ ഒന്നും അല്ല ലോകത്തുള്ളത്. ഇഷ്ടംപോലെ നല്ല തഴക്കവും പഴക്കവും ഉണ്ട് ആളുകളെ കൊന്ന്. അത് കാരണം കൊണ്ട് ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ഒരു മര്യാദ, നമ്മളിപ്പോ മണിപ്പൂരിൽ ആൾക്കാർ ചത്തിട്ട് അന്വേഷിച്ചിട്ടില്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ അല്ലേ? കാരണം അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ ആളുകള് തമ്മിൽ അടിച്ചാച്ചാകും എന്നുള്ളതല്ലേ ഉള്ള. എന്താ പ്രശ്നം? നമുക്ക് ഇഷ്ടം പോലെ ആളുണ്ട്, കുറച്ച് ചത്താലേ കുറച്ച് കൊള്ളാം. പ്രത്യേകിച്ചും വയസ്സന്മാരെ പ്രത്യേകിച്ച് കൊല്ലുന്നൊന്നെടുത്താൽ ബാക്കിയുള്ളവരെ കൊണ്ടാണെങ്കിൽ നമുക്ക് വല്ല ജോലിയൊക്കെ ചെയ്യിക്കുക എന്ന് പറയുന്ന യുക്തികളെ കാണത്തുള്ളൂ. ഇപ്പൊ ഗാസയിലൊക്കെ ആളുകളെ കൊല്ലുന്നത് ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ആണല്ലോ ഡ്രോൺ ഉണ്ടാക്കി കൊടുക്കുന്നതും സകല ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നതും ഇന്ത്യയിലാണ്. ഇസ്രായേലിലുകാർക്ക് കൊടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇറാന് മുമ്പ്, യുദ്ധത്തിന് മുമ്പ് ഇവിടുന്ന് ഒരുത്തൻ അവിടെ പോയിട്ട് ആ ലോകത്ത് ആരെങ്കിലും ശരീരത്തിൽ തൊട്ടുകൂടാത്ത ഒരുത്തനായിരുന്ന നേതന്യാഹു, അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ അല്ലേ ഉള്ളത്? എന്ത് പറയാനുള്ളൂ? അതൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് ആ ട്രംപും നേതന്യാഹുവും ഈ മോദിയും കൂടെ ചേർന്ന് ഒരു പരുവത്തിലാകും രാജ്യം. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിന്റെ ത്രെറ്റാണ് അവർ മൂന്നുപേരും. അങ്ങനെയാണ് അത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിലൊന്നും നമ്മൾ നോക്കണ്ട. എന്താണ് എനിക്കറിയില്ല. ഞാൻ ഈ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയായിട്ട് പോലും ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റാത്തടത്താണ് നിൽക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണ്. അത് കേരളം വല്ലതും പ്രത്യേകം വെച്ച് കിട്ടുമല്ലോ ആണെന്നുണ്ടെങ്കിൽ വല്ല ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ പറയാം, മനുഷ്യാവകാശത്തിനെ പറ്റിയൊക്കെ പറയാം എന്നുള്ളതല്ലാതെ വേറെ അത് തന്നെ ഇവന്മാർ ഇതിനകത്തെല്ലാം കയറി ഇരുന്ന് സകല സൂത്രപ്പണിയും ഈ കേരളത്തിനകത്ത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവസാനത്തെ തുരുത്തും
പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ അതിനെപ്പറ്റി പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇയാൾ CJPയെ പറ്റിയുള്ള ചർച്ച 6-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. വിപ്ലവം ഉണ്ടാവോ, അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത്. അല്ല, വിപ്ലവം ഒന്നും ഉണ്ടാകത്തില്ല. വെടികൊണ്ട് എത്ര പേര് ചാകുമെന്നും എത്ര പേരുണ്ടാകും, എത്ര പേര് ജയിലിൽ പോകും എന്നുള്ളത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിപ്ലവം ഒന്നും ഉണ്ടാകാനും വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഒന്നും സാധ്യമല്ല. ആളുകൾ കലാപം ഉണ്ടാകത്തില്ല. കലാപവും വിപ്ലവവും ഒന്നല്ല. ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു പ്ലാനും ഇല്ലാതെ ആളുകൾ കുറച്ച് തീ കത്തിക്കുന്നതൊന്നുമല്ല വിപ്ലവം. അതുകൊണ്ട് കലാപം ഉണ്ടാകുക, അത് കലാപമാക്കി മാറ്റാനേ അവർക്ക് കഴിയും. അതിന് സംശയമൊന്നും വേണ്ട. ആളുകള് സംഘടിച്ച് എതിർക്കുന്നതിനെ വയലൻസ് ആക്കി മാറ്റി പട്ടിയെ പേപ്പട്ടിയാക്കി വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നതായിരിക്കും സംഭവിക്കുന്നത്. അത് അതിനകത്തുനിന്ന് എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ വടക്കേ ഇന്ത്യ പോയി കാണാൻ ഞാൻ ഇന്ന് തയ്യാറല്ല. ഞാൻ പോയ ആൾ തിരിച്ചു വരത്തില്ല, കണ്ടിച്ച് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കാണാം എന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇപ്പൊ നേപ്പാളിലെ പോലെയല്ല, സ്ട്രൈറ്റ് അല്ലാത്ത പൊളിറ്റിക്സ് കളിച്ച് പരിചയമുള്ളവരാണല്ലോ ഇന്ത്യക്കാര്. അപ്പൊ അദ്ദേഹത്തെ ആ രീതിയിലുള്ള ഒരു നടക്കാൻ പോകുന്നത്. ഞാനീ പറഞ്ഞല്ലേ, മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളുടെ മനസ്സ് കവർന്ന് ആളുകളെ പ്രചാരണത്തിനകത്തൂടെ തളച്ച് എങ്ങനെയാണോ ഒരു മോദിയും ഷായും ഒക്കെ നല്ല ആളുകളായിട്ടും ലോക നേതാക്കന്മാരെന്നുള്ള കാര്യത്തിൽ അറിയപ്പെടുന്നവരായി ഈ ഗുജറാത്ത് കലാപം നടത്തി ജയിച്ചു വന്ന പാർട്ടികൾക്ക് ആകാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏത് സാധനത്തിന് സകല അഴിമതിക്കാരെയും വെളുപ്പിച്ചെടുത്തില്ലേ അവര്? പിന്നെന്താ പരിപാടി? ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഡിസ്ട്രോയ് ചെയ്യാത്ത. ഇനി എന്തെടുത്തിട്ടാ ചെയ്യുന്നേ? ഒരു പുസ്തകമില്ല ചീത്തയാക്കാത്ത. രാജ്യം കിട്ടിയാൽ തന്നെ വേറെ കൂട്ടർക്ക് ഒന്നും ചെയ്യാനൊക്കാത്തടത്താണ് യഥാർത്ഥ അവസ്ഥ. ഇതാണ് അവസ്ഥ. പിന്നെന്ത് പറയാൻ? ഒരു മുദ്രാവാക്യം വിളിച്ച ആള് 5 വർഷമായിട്ട് ജയിലിൽ കിടക്കുക. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്ര ഒരു മുന്നേറ്റം വരുന്ന ഒരാൾക്കും മറ്റൊരു അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയധികം മോണിറ്റർ, ഇത്രയധികം ആയുധമുള്ള, ഇത്രയധികം നമ്പറുള്ള വലിയൊരു പട്ടാളമുള്ള ഒരു ഗവൺമെന്റിനെ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന സമയത്ത് നമുക്ക് പ്രതിഷേധങ്ങൾ കൊണ്ടൊക്കെ നേരിടാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞുപോയി. ആ സ്ഥലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് കൊല്ലപ്പെടാനുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ലോകത്തിന്റെ അവസ്ഥയിൽ എല്ലായിടവും കൊല്ലപ്പെടാവുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഉമർ ഖാലിദിന്റെ വിഷയം പറഞ്ഞപ്പോ, ഉമർ ഖാലിദിന് അനുവദിക്കേണ്ട ജാമ്യം 1 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഇനി ജാമ്യം അപേക്ഷിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക്. അല്ല, അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല, നിയമവിരുദ്ധമായി ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞില്ലേ. പിന്നെ അതിന്റെ മേളിൽ എന്തുവാണ് ചീഫ് ജസ്റ്റിസ് ഒക്കെ? എന്ത് ചീഫ് ജസ്റ്റിസ് അതൊക്കെ? നമുക്ക് അത് അങ്ങനത്തെ സാധനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇയാൾ വെറുതെ നോക്ക്, ആ ശിക്ഷിക്കപ്പെട്ട റേപ്പിസ്റ്റുകളായ മുഴുവൻ ആൾക്കാരും ജാമ്യത്തിൽ പുറത്ത് നടക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നതെന്ന് കൂടെ ഓർക്കണോ? ശിക്ഷിക്കപ്പെട്ടവരുമാണ്, അല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരില്ല. ശിക്ഷിക്കപ്പെട്ടവര് ജാമ്യത്തിൽ പുറത്ത് നടക്കുന്ന കാലത്താണ് നമ്മൾ ഇതൊക്കെ ഇരുന്ന് പറയുന്നത്. ലോലെസ് എന്ന് നമ്മളൊരു രാജ്യത്തിനെ പറ്റി പറഞ്ഞാൽ അത് ഇന്ത്യ ആയിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും ഉള്ളത്. അതുപോലെ തന്നെ രൂപയുടെ വ്യക്തിയ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിനേഷന് പുറത്തായി. അതിന് ഇത്ര ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സ്വീകരണമാണല്ലേ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിനെ അമേരിക്കയിലെ ആളുകൾ കളിയാക്കി ഈ സൗത്ത് അമേരിക്കയിലെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയുന്നതിന് ബനാന റിപ്പബ്ലിക് എന്ന് പറയും. നമ്മളെ പോലെ ഒരു ബനാന റിപ്പബ്ലിക് ഇനി ലോകത്തുണ്ടാകാനൊക്കെ ഈ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് അപമാനകരമായിരിക്കുന്ന കാലത്താണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ജീവിതത്തിൽ വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്ത് പറയുന്നേ? അതുകൊണ്ട് CJPയെ പറ്റി എന്തെങ്കിലും ഇനി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ 6-ാം തീയതി കഴിയട്ടെ, അതിനുശേഷം പറയാം.